everyone, welcome back to our channel. ഇന്ന് നമ്മൾ വീഡിയോ ഒരു സ്പെഷ്യലാണ് കേട്ടോ. കാരണം നമ്മളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല കമൻറ്റും അതുപോലെ 1K ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ താമരപ്പൂ പൊട്ടിച്ചു കൊടുന്നിട്ട്. അപ്പോൾ ആ ഒരു ഷോർട്സ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. താമരപ്പൂ കണ്ടപ്പോൾ ഇത് എവിടെ നിന്നാണ്, ഈ ട്യൂബർ എവിടെ നിന്നാന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പോണത് ആ ഒരു താമരപ്പാടത്തേക്കാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ ചുറ്റും കായൽപ്പാടങ്ങളാണ്. അപ്പോൾ നമ്മളതിങ്ങനെ കൃഷി ചെയ്യുന്നതും ഉണ്ട്, പിന്നെ തന്നെത്താനെ അത് ഉണ്ടാവണത്. അപ്പോൾ അച്ഛനെയും കൂട്ടിയിട്ട് അച്ഛൻ എല്ലാ വീക്കും പോയിട്ട് പൂ പൊട്ടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനെ വിളിക്കാം, അച്ഛൻ വായോ. അപ്പോൾ അച്ഛനെയും കൂട്ടിയിട്ടാണ് പോണത്. അപ്പോൾ അച്ഛനാണ് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആളല്ല അച്ഛാ, ഞങ്ങളെ വഴികാട്ടി അച്ഛനാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ കുറേ ദിവസമായി പറയണത് ഒന്ന് വായോ, നല്ല വീഡിയോ ആണ്. പക്ഷെ അച്ഛൻ പറഞ്ഞ പോലെ ഇനി ആ ഷോർട്സിന് നല്ല റീച്ച് ഉണ്ടായി അല്ല അച്ഛാ. അപ്പോൾ നമ്മളെങ്ങോട്ടാ അച്ഛൻ പോണത്? എലിയത്തറ. എലിയത്തറ. നല്ല ഭംഗിയുണ്ടല്ലോ ഏട്ടാ. അച്ഛീ റോഡ് ലാസ്റ്റ് അങ്ങോട്ട് എത്തുമ്പോഴാണ് കണ്ടാ ഇവിടെ നമ്മൾ ഈ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇത് രസമല്ലേ കാണാം. നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി. ഇതാണ് അച്ഛൻ താമരപ്പൂവൊക്കെ പൊട്ടിച്ച് കൊണ്ടുവരാറുള്ളൊരു പാടം. നിറയെ അമ്പലപ്പൂക്കളാണ് കേട്ടോ. റോസും ഉണ്ട്, വെള്ള കളറിലുള്ള അമ്പലപ്പൂ, വെള്ള താമരയും ചുവന്ന താമരയും നിറയെ. അങ്ങനെ നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ നമ്മളെത്തി. ഇതാണ് നിങ്ങളൊക്കെ ചോദിച്ച ആ താമരപ്പാട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ അച്ഛൻ മുണ്ട് മാറ്റിയിട്ട് പാൻറ് ഇടാൻ പോവുകയാണ്. കാരണം ഈ ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ സേഫ് അതാണ്. അല്ലെങ്കിൽ ഈ അട്ട, നീർക്കൂലി, പാമ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പാൻറ് ആകുമ്പോൾ സേഫാണ്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഒരു നെറ്റിൻ്റെ ചാക്കുണ്ട്, അതും പിടിച്ചിട്ടാണ് അച്ഛൻ ഇറങ്ങിയിരിക്കുന്നത്. നമ്മളോട് കരയ്ക്ക് നിന്നോളം പറഞ്ഞു. അച്ഛന് ഇറങ്ങിയിട്ട് ശീലമുണ്ട്. കാരണം അച്ഛൻ ആഴ്ചയിൽ ഒരു ദിവസം വരാറുണ്ട്. നമ്മളെ അമ്പലം ഉണ്ടല്ലോ, അപ്പോൾ അമ്പലത്തേക്ക് പൂക്കൾ ആവശ്യമായതുകൊണ്ട് അച്ഛൻ വന്നിട്ട് ഇതുപോലെ പറിച്ചു കൊണ്ടുപോകും. പിന്നെ നാട്ടിലൊരു അമ്പലം ഉള്ളതുകൊണ്ട് അങ്ങോട്ടും കൊടുക്കും കേട്ടോ. നമുക്ക് കുറച്ച് പൂക്കൾ മതി. അങ്ങനെ എന്താ പറയുക, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞാൻ ഫസ്റ്റ് ടൈം അവിടെ വരുന്നത്. ഇങ്ങനെ പരവതാനി വിരിച്ച പോലെ. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ആമ്പൽപ്പൂക്കളും ഉണ്ട് കേട്ടോ. വെള്ള അമ്പലില്ലേ, വെള്ള അമ്പലിൽ തന്നെ പച്ച തണ്ടുള്ളതും ഒരു ബ്രൗൺ തണ്ടുള്ള അമ്പലും ഉണ്ട്. പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് പൂവുള്ള അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ലേ മലരിക്കൽ, കോട്ടയം ഭാഗത്തെ മലരിക്കൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ ഒന്ന് കാണണമെന്നുണ്ട്. നമ്മളിതൊക്കെ കാണുമ്പോൾ ശരിക്കും ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് കേരളത്തിന് വിളിക്കാൻ കാരണം ഇതൊക്കെയാണെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോവും. എന്തല്ലേ പ്രകൃതി, അല്ലെങ്കിൽ ഇതൊക്കെ നാച്ചുറലായിട്ട് പ്രകൃതി നമുക്ക് തരുന്നൊരു ഭംഗി എന്ന് പറയില്ലേ. അപ്പോൾ അച്ഛൻ പാവം ഞങ്ങളൊരു 10-11 നേരത്താണ് കേട്ടോ പോയത്. പക്ഷേ പാടത്തേക്ക് ആ സമയത്തൊക്കെ നല്ല വെയിലുണ്ടാവും. നമ്മൾ രാവിലെ ഒരു 10 മണിയുടെ മുൻപായിട്ട് വരിക, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം വരികയാണ് പാടത്തൊക്കെ പോകുമ്പോൾ ഏറ്റവും നല്ല സമയം. താമരപ്പൂവിൻ്റെ ഷോർട്സ് ഇട്ടപ്പോൾ തന്നെ അതിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു കേട്ടോ, എവിടെയാണ് ചേച്ചി സ്ഥലം, അല്ലെങ്കിൽ ഇതിൻ്റെ ട്യൂബർ കിട്ടുമോ, വിത്ത് കിട്ടുമോ. അപ്പോൾ അവരോടൊക്കെ ഉള്ള ഉത്തരമാണ് ഇതാണ് ആ ഒരു പാടം. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുണ്ട്. പക്ഷേ ഇത്ര സൗകര്യത്തിൽ നമുക്ക് പൂ പൊട്ടിക്കാൻ പറ്റില്ല, കാരണം നല്ല ആഴമുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് അരയ്ക്കൊപ്പേ വെള്ളമുള്ളൂ, നടന്ന് ഇതുപോലെ പൂ പറിക്കാം. പിന്നെ ഇതിൻ്റെ വിത്ത് കിട്ടുമോ ചോദിച്ചാൽ വിത്ത് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. അങ്ങനെ അതിൻ്റെ പൂവിൻ്റെ ഇതളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ട്യൂബർ കിട്ടണമെങ്കിൽ വേനൽക്കാലത്താണ് നമുക്ക് ലഭിക്കുക. അതിൻ്റെ അടിയിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ അച്ഛൻ ഇതാ പൂവൊക്കെ പറിച്ചിട്ട്, പാവം നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ അതൊക്കെ പറിച്ച് ചാക്കിലാക്കിയിട്ട് കയറി വന്നു. പിന്നെ വീഡിയോ എടുക്കാൻ എന്നത് അച്ഛന് എന്നെക്കാൾ ഇഷ്ടം അച്ഛനാണ്. കാരണം അച്ഛൻ കുറേ ആയി എന്നോട് പറയുന്നത്, വാ നമുക്ക് പോയി വീഡിയോ എടുക്കാം, നല്ല വീഡിയോ ആയിരിക്കുന്നു. അപ്പോൾ അച്ഛൻ അതും പിടിച്ച് പോവാണ്. അപ്പോൾ ഏട്ടനും ഞാനും പറയാ, എന്താ എളുപ്പമല്ല, അത്രയും കഷ്ടപ്പാടുണ്ട് കേട്ടോ അത് പറിച്ച് വരാൻ. അങ്ങനെ നമ്മൾ പൂവൊക്കെ പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കരയ്ക്ക് നിന്നുള്ളൂ. അച്ഛനും ഏട്ടനും കൂടെ പോയിട്ടാണ് പൊട്ടിച്ചത്. അച്ഛൻ്റെ ഡ്രസ്സൊക്കെ മാറി പാൻറ്റൊക്കെ ഇട്ടിട്ടാട്ടോ പൊട്ടിച്ചത്. അപ്പോൾ കണ്ടില്ലേ, റോസ് താമരയുണ്ട്, വെള്ളത്താമരയുണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വീടിൻ്റെ തൊട്ടടുത്തൊരു, ഈ പാടത്തിൻ്റെ തൊട്ടടുത്തൊരു ചേച്ചിയുടെ വീടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു തരുന്നതേ, ഇവിടുത്തെ ഇതിൻ്റെ ഇലകൾ
ഈ താമരയുടെ ഇല ഇല്ലേ, അത് ഫുഡ് കഴിക്കാനായിട്ട് അമ്പലങ്ങളിൽ അന്നദാനത്തിനൊക്കെ കൊണ്ടുപോകാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഇലയൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മൾ കുറച്ച് വിത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ട്യൂബറിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള ട്യൂബർ കിട്ടണമെങ്കിൽ വെള്ളം വറ്റണം, അത് നല്ല അടിയിലേക്കായിരിക്കും ഇതിൻ്റെ വേര് പോയിട്ടുണ്ടാവുക. ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ആദ്യം കാണിച്ചു തരാൻ പോണത് ഇതാണ്ട, ഇതിന്നാണ് നമ്മൾ ഈ ലോട്ടസിൻ്റെ സീഡ് കളക്ട് ചെയ്യുന്നത്. ഏട്ടാ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ കണ്ട, ഇത് നല്ല മൂപ്പെത്തിയ സീഡാണ് കേട്ടോ, ഈ ഉണങ്ങിയത്. ഇത് കഴിക്കുക അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. നമ്മളെന്തോ ലോട്ടസ് സീഡ്. പിന്നെ ഇതാ ഇതിൻ്റെ ഇല നോക്കിയേ, എന്തൊരു വട്ടമല്ല. ഇതിൽ നമുക്ക് ഭക്ഷണം, നമ്മളിപ്പോൾ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഉപയോഗിക്കരുതെന്ന് പറയില്ല. അപ്പം വാഴഞ്ചല പോലെ നമുക്ക് ഫുഡ് കഴിക്കാൻ, ചോറിനാട്ടോ അത്രയും വലുപ്പമുള്ള ഇലയാണ്. പിന്നെ കണ്ടില്ലേ പൂക്കൾ, കണ്ടില്ലേ എന്തോരല്ല. നമുക്ക് നമ്മളെ നാട്ടിലുള്ളതുകൊണ്ട് ഇതിൻ്റെ വില അറിയാത്ത, നമ്മൾ ഈ മധുര, രാമേശ്വരം അവിടെയൊക്കെ പോയാലില്ലേ ഒരു പൂവിന് നല്ല 10-50 രൂപയ്ക്ക് വരെ അവർ പറയാറുണ്ട്. അതോ ചീഞ്ഞ പൂവ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർ വടക്കുന്നാഥൻ അമ്പലത്തേക്കൊക്കെ പൂ പോകലുണ്ടെന്നാണ് ഇവിടെ അടുത്തുള്ള ചേച്ചിനോട് പറഞ്ഞത് കേട്ടോ. പൊട്ടിച്ചോടുന്ന പൂവ് ചെടിയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ അടുത്തുള്ള അമ്പലത്തേക്ക് കൊടുക്കും കേട്ടോ. പകുതി നമ്മൾ വീട്ടിലമ്പലത്തേക്ക് കൊടുക്കും. വെള്ളം അങ്ങനെ നമ്മൾ പൊട്ടിച്ചു കൊടുന്ന പൂവൊക്കെ ചെരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം നമ്മളിത് പകുതി നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തേക്ക് കൊടുക്കും, പകുതി നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പം ലാസ്റ്റ് നമ്മളെ അവിടെ നിന്ന് കൊടുക്കുന്ന ഇലയാണ് കേട്ടോ. അപ്പോൾ ഈ ഇല ഒന്ന് വാടി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഇലയും ഞാൻ അവിടെ നിന്ന് പറഞ്ഞില്ലേ, അവർ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് അമ്പലത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഈ കവുങ്ങിൻ്റെ പാലയുടെ പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല, അതുപോലെ ഇത് നമുക്ക് നല്ലൊരു പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇലയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, മാക്സിമം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമൊക്കെ കുറച്ചിട്ട് എല്ലാവരും ഇതുപോലത്തെ ഇലയിൽ ഭക്ഷണം കഴിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.